മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമായി എം ലോറൻസ് എഴുന്നൂക്ക് കാണാനെത്തിയിരിക്കുന്നു. അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. മന്ത്രി പി രാജീവ് തുടങ്ങിയ നേതാക്കന്മാരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഒരുപാട് കാലം ഒന്നിച്ചു നടന്ന ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ടാകണം. എം ലോറൻസ് എന്ന തൊഴിലാളി നേതാവ്, വർഗബോധമുള്ള നേതാവ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തനായിരുന്നു എം ലോറൻസ്. ഇപ്പോൾ കൊച്ചി ലെനിൻ സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുകയാണ്. അവിടെയാണ് അശ്രപൂജ ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നത്. ഒപ്പം നടന്ന സഖാവിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വേലിയേറ്റമായി മാറുമ്പോൾ പിണറായി വിജയൻ പുഷ്പാഞ്ജലി നടത്തി മടങ്ങുകയാണ്. ഇനി ടൗൺ ഹാളിലും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. എസ് വിജയകുമാർ ലെനിൻ സെൻറ്ററിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇത് തന്നെയാണോ? ഇപ്പോൾ ടൗൺ ഹാളിലാണ് മൃതദേഹം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. എറണാകുളം ടൗൺ ഹാളിലാണ് എം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചിട്ടുള്ളത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ പ്രിയപ്പെട്ട സഖാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് എം ലോറൻസിനെ അന്തിമോപചാരം അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തിയത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് LDF നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എറണാകുളത്തെ പൗരാവലി, കൊച്ചിയിലെ പൗരാവലി എം ലോറൻസിന് ഇന്ന് വിട നൽകും. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായിരുന്നു എം ലോറൻസ്. എറണാകുളത്തെ എല്ലാ സമര പോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയായി, അതിൻ്റെ മുഖമായി എം ലോറൻസ് കഴിഞ്ഞ 6-7 പതിറ്റാണ്ടുകളായി ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അത്തരമൊരു സമര പാരമ്പര്യം. അന്നയുടെ വീട് സന്ദർശിക്കും.